ഗോ ഗെറ്റേഴ്സ് അക്കാദമി കണ്ണൂരിന്റെ സ്പെഷ്യൽ കോച്ചിംഗ് ക്യാമ്പിന്റെ ഭാഗമായി കേരളത്തിൽ അപൂർവമായുള്ള ബോളിംഗ് മെഷീന്റെ ഉദ്ഘാടനം നടന്നു. ഡോക്ടർ വി ശിവദാസൻ എം പി സ്വിച്ച് ഓൺ കർമ്മം നടത്തി. അതോടൊപ്പം തന്നെ കണ്ണൂരിൽ നിന്ന് നമ്മളിങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ കണ്ണൂരിലെ ക്രിക്കറ്റ് മേഖലയിലുള്ള ആളുകൾക്ക് പരിശീലനം നൽകാൻ ഏറ്റവും ഉത്തമനായിട്ടുള്ള ആളുകളിൽ ഒരാളാണ് എന്നുകൂടിയാണ് ഞാൻ കരുതുന്നത്. എന്തുകൊണ്ടെന്നാൽ മധുരയിലെ ആദ്യത്തെ ക്രിക്കറ്റ് മേഖലയിലേക്ക് വന്നിട്ട് ടെസ്റ്റ് ക്രിക്കറ്റർ മധുരയുടെ ലെവലിൽ ടെസ്റ്റ് ക്രിക്കറ്ററായിരുന്നു. ഗോ ഗെറ്റേഴ്സ് അക്കാദമി സ്പിന്നേഴ്സിനു വേണ്ടിയാണ് 5 ദിവസത്തെ കോച്ചിംഗ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. ഫോർമർ ഇന്ത്യൻ പ്ലെയറും സിംഗപ്പൂർ നാഷണൽ കോച്ചുമായ എം വെങ്കിട്ടറാം രമണയാണ് കോച്ച്. ഇദ്ദേഹത്തിന്റെ ശിക്ഷണത്തിൽ 80-ലധികം കുട്ടികൾ ഇവിടെ പരിശീലിക്കുന്നുണ്ട്. ഈ ക്യാമ്പിൽ വെച്ചാണ് ബോളിംഗ് മെഷീന്റെ ഉദ്ഘാടനവും നടന്നത്. കേരളത്തിൽ തന്നെ അപൂർവം കേന്ദ്രങ്ങളിലാണ് ഇത്തരത്തിലൊരു സംവിധാനമുള്ളത്. 1000-ലധികം ഫീച്ചേഴ്സ് ഉള്ള ഈ മെഷീനിൽ 170 കിലോമീറ്റർ സ്പീഡിൽ വരെ ബോൾ ചെയ്യാനാവും. വി ശിവദാസൻ എം പി ബോൾ ചെയ്തുകൊണ്ടാണ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. ചടങ്ങിൽ സ്റ്റേറ്റ് വിന്നേഴ്സായ കേരള സ്റ്റേറ്റ് വുമൺസ് ഫുട്ബോൾ ടീമിലെ 35 പേരെ ആദരിച്ചു. MD AK നിസാർ, കാനറ ബാങ്ക് DGM ആൻഡ് റീജിയണൽ ഹെഡ് ലത പി കുറുപ്പ്, ഗോ ഗെറ്റേഴ്സ് അക്കാദമി പാരന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് അമേഷ്, സെക്രട്ടറി പ്രകാശ് എന്നിവർ സംസാരിച്ചു.